ഫ്ളാറ്റ് തട്ടിപ്പ് കേസ് നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ ഇഡി കണ്ടുകെട്ടി. ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടി രൂപയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻതുക തട്ടിയെന്ന പരാതിയിൽ താരത്തിനും സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് കമ്പനി ഡയറക്ടറും നടനും ധന്യയുടെ ഭർത്താവുമായ ജോൺ ജേക്കബ്, ജോണിന്റെ സഹോദരൻ സാമുവൽ എന്നിവർക്കെതിരെ നിയമ നടപടികൾ തുടർന്നുവരുന്നു. കേസിലെ മുഖ്യപ്രതിയും കമ്പനി ചെയർമാനുമായ മുട്ടട ജേക്കബ് സാംസണും കേസുമായി ബന്ധപ്പെട്ട് 2016 അറസ്റ്റിലായിരുന്നു. കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയാണ് ധന്യ. ധന്യയെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചതോടെ ഇവർ ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലും കേരളത്തിലെ ചില രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ പോയി. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇവരെ നാഗർകോവിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത്. 2011 മുതൽ നഗരത്തിലെ വിവിധ പ്രൊജക്ടുകളിലായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം പൂർത്തിയാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി 100 കോടി രൂപയും അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് 30 കോടിയോളം രൂപയും തട്ടിച്ച് പണം വാങ്ങിയ ശേഷം കാലാവധി കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാത്തതിനാലാണ് കേസ്. ഷാരോൺ ഹിൽസ്, ഓർക്കിഡ് വാലി, സാങ്ച്വറി, പേൾക്രസ്റ്റ്, സെലൈൻ അപ്പാർട്ട്മെന്റ്, നോവ കാസിൽ, മെരിലാൻഡ്, ഗ്രീൻ കോർട്ട്യാർഡ്, ഏഞ്ചൽവുഡ് എന്നീ പദ്ധതികളായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്.